നമസ്കാരമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് കേച്ചേരി സിനിമാ തിയേറ്ററിൻ്റെ മുന്നിൽ. കേച്ചേരി സവിത എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബ്ലൂ കളറിലുള്ള അടിപൊളി ലക്ഷറി ആയിട്ടുള്ള നല്ലൊരു സിനിമാ തിയേറ്ററാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ തിയേറ്ററുകളിൽ നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചാർജിങ് ആണ്. സാധാരണ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ 5 രൂപ 10 രൂപ അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ടിക്കറ്റുകൾ 100 രൂപയ്ക്ക് കിട്ടുന്ന ഇതുപോലത്തെ തിയേറ്ററുകൾ ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു സിനിമാ തിയേറ്ററിലെ സിനിമ ഓടിപ്പിക്കുന്ന സിനിമ ഓപ്പറേറ്ററാണ്. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഹാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറകോട്ടൊരു നോട്ടം നോക്കും. ആദ്യം സ്ക്രീനിലേക്കല്ല നമ്മൾ നോക്കുക, കയറി ഇരുന്ന് കഴിഞ്ഞാൽ പുറകോട്ടൊരു നോട്ടം നോക്കും, ഈ സിനിമ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെ സിനിമ വിടുന്നത്. പ്രൊജക്ടർ ഓപ്പറേറ്ററാണ്. പേര് അംബരീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എത്ര വർഷമായി ഉണ്ടാവും സിനിമ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 10 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. 10 വർഷം. ആദ്യം മുതലൊക്കെ DTS സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്തേ ഉണ്ടായിരുന്നു. ഫിലിമിൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ ഗൾഫിലുണ്ടായിരുന്നു കുറച്ച് കാലം. ഓക്കെ. അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിലായി നോക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് DTS മുതലൊക്കെ ഉണ്ട്. എല്ലാ മെഷീനും കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോണി, പിന്നെ ക്യൂബ്, അതുപോലെ UFO എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മെഷീൻ്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുമല്ലോ. എങ്ങനെയാണ് പണ്ടത്തെ ആ ഒരു ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഫിലിമിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ ഒരു ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണോ? ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി മാറ്റങ്ങൾ സംഭവിച്ചു. സാറ്റലൈറ്റ് വഴി മുൻപ് കാലങ്ങളിലുള്ളവരെയൊക്കെ നമ്മൾ ശരിക്കും ഗുരുനാഥന്മാരെയൊക്കെ തൊഴുകണം. കാരണം അവർക്ക് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ സാധിക്കില്ല, അത്രത്തോളം. പിന്നെ അന്നത്തെ വേതനവും കുറവായിരുന്നു. പിന്നെ കാർബൺ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച് അവർ ഇത്രയും കാലം, ഇപ്പോഴത്തെ ജനറേഷൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാറ്റങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് പോണമല്ലോ. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. പണ്ടത്തെ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ തള്ളിക്കൊണ്ട് ഫോട്ടോ ഫോണിന്റെ ഒരു കമ്പനിയാണ്. ഫോട്ടോ ഫോണാണ്. അപ്പോഴാണ് അതിന്റെ ഒരു ക്ലാരിറ്റി നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഫിലിം കത്തി പോകുന്നത് എപ്പോഴാണ്? അത് നമ്മൾ ശ്രദ്ധക്കുറവ് വരുന്ന സമയത്ത്. കാർബൺ നമ്മൾ ശ്രദ്ധക്കുറവ് വരും. ഹൈ വോൾട്ടേജ് ആകുമ്പോൾ അല്ല, വോൾട്ടേജിന്റെ അല്ലല്ലോ, കാർബൺ ആണല്ലോ. അല്ല, അപ്പൊ കാർബൺ കൂടുതൽ കത്തുമ്പോഴാണോ ഫിലിം കത്തി പോകുന്നത്? അതെ. ഓക്കെ. അപ്പോൾ പിന്നീട് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം പൊട്ടും, പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ. അതായത് നമ്മൾ റീൽ ചുറ്റുന്ന സമയത്ത് കറക്റ്റായിട്ട് റീൽ ചുറ്റണം, ഇല്ലെങ്കിൽ അത് തലകീഴായിട്ട് ചില സമയത്ത് കാണാറുണ്ടല്ലോ ഫിലിം തല തിരിഞ്ഞു വരും. അതൊക്കെ ഈ ചുറ്റുന്നതിന്റെ നല്ല ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫിലിമൊക്കെ പൊട്ടുമ്പോൾ ഒരു കാലത്ത് ഭയങ്കര വിഷമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാടധികം തെറികളൊക്കെ കേൾക്കൂല, ഇങ്ങോട്ട് ഓടി. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അത് ഇത്തിരി കുറവാണെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ബാക്കിൽ വിളിച്ചിട്ട് ഒരു തെറിയാണ്. ഭയങ്കര ഇതാണ്.